ഇംപെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം ഈ ഇംപെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് അല്ലാത്തത്. അപ്പോൾ നമുക്കറിയാം 25 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതിൻ്റെ റൂട്ട് 5 കിട്ടും. 36 എന്ന് പറയുന്നതും അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതിൻ്റെ റൂട്ട് നമുക്ക് കൃത്യമായിട്ട് 6 കിട്ടും. 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതിൻ്റെ റൂട്ട് കൃത്യമായിട്ട് നമുക്ക് 10 കിട്ടും. അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ 4, 9, 36, 25, 144, 100, 81 ഈ സംഖ്യകൾക്കെല്ലാം കൃത്യമായൊരു റൂട്ടുണ്ട്, കൃത്യമായൊരു സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് നമ്മൾ ഇനി എങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യകളുടെയൊക്കെ സ്ക്വയർ റൂട്ട് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ്. നമ്മുടെ ഷോർട്സ് ആയിട്ടും യൂട്യൂബിലും ഒക്കെ ഇൻസ്റ്റയിലും ഒക്കെ നമ്മൾ ആ വീഡിയോ ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇംപെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ റൂട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഒരു നമ്പർ എടുത്തിട്ടുണ്ട്, 27. നമുക്കറിയാം ഈ 27 എന്ന് പറയുന്നത് ഒരു ഇംപെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സംഖ്യ, ഒരു നമ്പർ, ഇപ്പോൾ 5 എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. 25 ആയിരുന്നെങ്കിൽ നമുക്ക് 5 എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഈ 27ൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ നമ്മളവിടെ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. അതായത് 25 + 2. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന 27ൻ്റെ തൊട്ടടുത്തുള്ള, അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 25 ആണ്. അതിനേക്കാൾ ഇത് എത്ര കൂടുതലോ അല്ലെ കുറവോ. ഇപ്പം 65 എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് 64 + 1 എന്ന് എടുക്കണം. അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന സംഖ്യ നമ്മൾ എടുക്കണം. അപ്പോൾ 25 + 2. ഇനിയും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ 25ൻ്റെ റൂട്ട് എത്രടാ? കൃത്യമായിട്ട് നമുക്ക് 5 എന്ന് കിട്ടും. എന്നിട്ട് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും പ്ലസ് ഇടുക. ഈ എക്സ്ട്രാ കിടക്കുന്ന 2 ഉണ്ടല്ലോ, 2 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ എഴുതിയ 5 ഇല്ലേ, അതിൻ്റെ ഇരട്ടി 10. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 5 + 2/10 എന്ന് പറയുമ്പോൾ 0.2 എത്ര കിട്ടും? 5.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം എന്താ ചെയ്തതെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താ എടുത്തേ? റൂട്ട് അല്ലേ? റൂട്ട് തൊട്ടടുത്തുള്ള 27ന് തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഉള്ളത് 25നാണ്. 25 പ്ലസ് എത്ര എക്സ്ട്രാ ഉണ്ട്? 2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 25ന് കൃത്യമായിട്ടൊരു റൂട്ടുണ്ട്. എത്ര? 5. എന്നിട്ട് ഇവിടുത്തെ സൈൻ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പ്ലസ് ഇട്ടു. എക്സ്ട്രാ കിടക്കുന്ന എത്ര? 2 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് 5 കിട്ടിയില്ലേ. അതായത് പെർഫെക്റ്റ് സ്ക്വയർ കൃത്യമായിട്ടുള്ളത് 5 ആണ്. അതായത് 25ൻ്റെ റൂട്ട് 5 കിട്ടി. അതിൻ്റെ ഇരട്ടി എടുത്ത് ഇവിടോട്ട് അങ്ങ് എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 5 + 2/10 എന്ന് പറയുമ്പോൾ 0.2 കിട്ടും. എത്ര കിട്ടും? 5.2. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. 55. 55 എന്ന് പറഞ്ഞാൽ നമുക്ക് 64 നിന്ന് കുറച്ചും എഴുതാം, 49നേക്കാൾ കൂട്ടിയും എഴുതാം. കാരണം നിങ്ങളിത് മനസ്സിലാവുന്നുണ്ടോ? അതായത് മക്കളെ, നമ്മൾ ഇപ്പം 55 എന്ന് പറയുമ്പോൾ ഏതിൻ്റെയൊക്കെ ഇടയ്ക്ക് വരും? 49ൻ്റെയും 64ൻ്റെയും. നമുക്കറിയാം റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7 കിട്ടും, റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8 കിട്ടും. അപ്പം ഇതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാ? 49 അല്ലേ? അതെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 49ൻ്റെ ബേസിൽ അതിനെ എഴുതാം. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 55ൻ്റെ റൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 55നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഖ്യ അതേതാണ്? റൂട്ട് 49 പ്ലസ് എത്ര വ്യത്യാസമുണ്ട്? 6 അല്ലേ? 49 + 6. ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ 49ൻ്റെ റൂട്ട് എത്ര? 7 പ്ലസ് ഇവിടെ കിടക്കുന്ന സൈൻ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും പ്ലസ് ഇടുക. 6 ഡിവൈഡഡ് ബൈ ഈ 7ൻ്റെ ഇരട്ടി. അതായത് ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയ 7 ഉണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി എത്ര? 14. അപ്പോൾ 6 അല്ലല്ലോ, 6 ഇവിടെ നിന്ന് വന്നു 7 പ്ലസ് 6/14 അല്ലെങ്കിൽ 3/7 എത്ര കിട്ടും? നമുക്ക് 0.42 എന്ന് കിട്ടും. അപ്പോൾ 7 + 0.42 എന്ന് പറഞ്ഞാൽ 7.42. ഇനി ഇതൊക്കെ അപ്രോക്സിമേറ്റ്ലി ആണ്. നിങ്ങളിപ്പോൾ ഒരു സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ഈ 55ൻ്റെ റൂട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു വാല്യൂ ആയിരിക്കും അവിടെ വരിക. നമുക്കിവിടെ കിട്ടുന്നത് ഏകദേശം അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക കേട്ടോ. യെസ്. സോ നമുക്ക് അടുത്ത അപ്പോൾ ഇതിൻ്റെ ആൻസർ 7.42 കിട്ടി. അടുത്തത് നമുക്ക് നോക്കാം 59.
അപ്പൊ 59 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 49 അല്ലേ, 49 പ്ലസ് 10 എന്ന് എഴുതാം. പക്ഷെ ഒത്തിരി കൂടിപ്പോയില്ലേ? കൂടിപ്പോയി. അതോ നമുക്ക് ഇങ്ങനെ എഴുതുന്നതാണോ എളുപ്പം? റൂട്ട് ഓഫ് 64 മൈനസ് 5. അപ്പൊ ഈ വ്യത്യാസം കുറഞ്ഞിരിക്കുന്നതേ എടുക്കാവൂ, അല്ലാതെ കൂടുതലിരിക്കുന്ന ഒത്തിരി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എടുക്കരുത്. കാരണം തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പം 49 ആണോ 64 ആണോ? ഇതിനോട് ഏറ്റവും 59 ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാ? 49 ആണോ 64 ആണോ? നമുക്ക് തീർച്ചയായിട്ടും പറയാം എത്ര തന്നെയാണ്? 64 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 64 മൈനസ് 5 അല്ലേ, 64 മൈനസ് 5. ഇനി എന്താ? 64ന്റെ റൂട്ട് എത്ര മക്കളെ? 8 മൈനസ് അല്ലേ. ഇനി എന്താ ചെയ്യണ്ടേ? 5 ഡിവൈഡഡ് ബൈ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 8ന്റെ ഇരട്ടി. 8ന്റെ ഇരട്ടി എത്ര? 16. അപ്പോൾ 8 മൈനസ് 5/16. 5/16 എന്ന് പറയുമ്പോൾ 5നെ 16 കൊണ്ട് ഹരിച്ചാൽ 0.3125 എന്നൊക്കെ കിട്ടും. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് എത്ര ഡെസിമൽ വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി. സോ ഇനി 8ൽ നിന്ന് എന്ത് ചെയ്യുക? ഈ 0.3125 നമുക്ക് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.6835 എന്ന് കിട്ടും കേട്ടോ. 6835 എന്ന് ഏകദേശം നമുക്ക് കിട്ടും. അപ്പോൾ 7 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്രോക്സിമേറ്റ്ലി 7.6835 എന്ന് നമുക്ക് ആൻസർ കിട്ടും. യെസ്, അപ്പോൾ ഏകദേശം 7.68 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എപ്പോഴും നോക്കിക്കോണം, നമുക്ക് ഏതിൻ്റെ ആണോ സ്ക്വയർ റൂട്ട് വേണ്ടത് അതിനോട് ഏറ്റവും അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അത് കൂട്ടിയോ കുറച്ചോ നിങ്ങൾക്ക് എടുക്കാം. ചിലപ്പോൾ അത് കൂടുതലായിരിക്കും, ചിലപ്പോൾ അതിനനുസരിച്ച് അത് ഇപ്പോൾ 59 എന്ന് പറയുമ്പോൾ 64 കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ 64 മൈനസ് 5 എന്ന് എടുത്തത്. അടുത്തത് നോക്കാം നമുക്ക്. അടുത്തൊരു എക്സാം. ഈ കൂടുതൽ എക്സാമ്പിൾ ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് ഇത് ഇവിടെ വെച്ച് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് അങ്ങ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ എക്സാമ്പിളുകൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ 95 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് റൂട്ട് ഓഫ് എങ്ങനെ എഴുതാം? 100 മൈനസ് 5 അല്ലേ. 100 മൈനസ് 5 എന്ന് പറയുമ്പം 100 എത്ര? 100ന്റെ റൂട്ട് എത്ര? നമുക്ക് എത്ര കിട്ടും? 10 മൈനസ് ഇനി എന്താ ചെയ്യേണ്ടത്? 5 ഡിവൈഡഡ് ബൈ 10ന്റെ ഇരട്ടി. 10ന്റെ ഇരട്ടി എത്ര? 20. അപ്പോൾ 10 മൈനസ് 5നെ 20 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് 5/20 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1/4 എന്ന് എഴുതി കൂടെ. കാരണം 2നെ 5 കൊണ്ട് ഹരിക്കാം. 1നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 0.25. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9.75. ഓക്കെ, യെസ്. സോ ആൻസർ 9.75. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 230 നമുക്ക് എങ്ങനെ എഴുതാം? 230നെ റൂട്ട് ഓഫ് 230ന്റെ തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്ര? 225 അല്ലേ, 15ന്റെ സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് എഴുതാം? 225 പ്ലസ് 5. 225 പ്ലസ് 5. അപ്പോൾ 225ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 15 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 15ന്റെ ഇരട്ടി 30 അല്ലേ. 15ന്റെ ഇരട്ടി 30. അപ്പോൾ നമുക്ക് 15 പ്ലസ് 5/30 അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 5/30 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 1/6. കാരണം 2നെ 5 കൊണ്ട് ഹരിച്ച്. അപ്പോൾ 1/6 എന്ന് പറഞ്ഞാൽ 0.16 എന്ന് കിട്ടും അല്ലേ. 0.16 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 15.1. ഈ 1/6 എന്ന് പറഞ്ഞാൽ 0.166666 എന്ന് പറഞ്ഞു പോകും. സോ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 15.166 എന്നുള്ള ആൻസറിലോട്ട് നമ്മൾ എത്തും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ റൂട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു എക്സാമ്പിളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 1640 അല്ലേ. 1640 എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സംഖ്യയാണ്. റൂട്ട് ഓഫ് എത്ര കിട്ടും? 1640 എന്ന് പറയുമ്പോൾ നമുക്ക് 1600 പ്ലസ് 40. 1600 പ്ലസ് 40. 1600ന്റെ റൂട്ട് നമുക്ക് എത്ര കിട്ടും? 40 അല്ലേ. 40. പിന്നെ പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? പ്ലസ്, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ടു. പിന്നെ 40 ഡിവൈഡഡ് ബൈ ഇവിടെ എഴുതുന്ന സംഖ്യയുടെ ഇരട്ടി. 40ന്റെ ഇരട്ടി എത്ര? 80. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 40 പ്ലസ് 40/80 എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ ആൻസർ എത്ര? 40.5. കണ്ടോ? അപ്പം ഈ ഒരു രീതി ഉപയോഗിച്ച് നമുക്ക്
വളരെ പെട്ടെന്ന് ഈ നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ കിട്ടുന്ന വലിയൊരു വാല്യൂ ഉണ്ട്. അത് 10 ഡിജിറ്റൊക്കെ കാണും, പോയിന്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്പർ കഴിഞ്ഞിട്ട്. പോയിന്റ് ഡെസിമലിന് ശേഷം 8, 9, 10 ഡിജിറ്റൊക്കെ കാണും. നമ്മൾ അത്രയും പ്രിസൈസ് ആയിട്ടല്ല ഇവിടെ കണ്ടുപിടിക്കുന്നത്. ടു ബി എക്സാക്ട് വാല്യൂ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം നോക്കണം. അപ്രോക്സിമേറ്റ് ആദ്യത്തെ 2-3 ഡിജിറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ആ വാല്യൂ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞു. ഇത് നമുക്ക് ചോദ്യങ്ങളിലൊക്കെ, സിംപ്ലിഫിക്കേഷൻ ചോദ്യങ്ങളിലൊക്കെ, ഇപ്പോൾ SSC ആയാലും IBPS ആയാലും ഒക്കെ വരുന്ന സിംപ്ലിഫിക്കേഷൻ ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾക്ക് ഡെസിമൽ അടക്കമുള്ള വാല്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, 1-2 പേര് എന്നോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. ചെറിയൊരു വീഡിയോ ആണ്, എനിക്കറിയാം കുറേ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഒരു ഇച്ചിരിയെങ്കിലും നീളമുള്ള ഒരു 10 മിനിറ്റെങ്കിലും ഉള്ള, 10 മിനിറ്റ് ആയോന്ന് എനിക്കറിയത്തില്ല, അത്രയെങ്കിലുമൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ചില കാര്യങ്ങളിൽ തിരക്കായി പോയതുകൊണ്ടാണ്. എല്ലാ പ്രാവശ്യവും പറയുന്നതിൽ ഇനിയും കൃത്യമായി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ആഗ്രഹം ഒരിക്കലും ഇല്ലാതായിട്ടില്ല. ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല വീഡിയോ ചെയ്യാത്തത്, സാഹചര്യങ്ങൾ കൊണ്ടാണ്, തിരക്കുകൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇനിയും കൃത്യമായി വീഡിയോകൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.